മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. മാധ്യമ ജൂബിലി ആചരണവും എപ്പിസ്കോപ്പൽ കമ്മീഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻ ആഗോള സമ്മേളനവും വത്തിക്കാനിൽ. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലെ മാധ്യമ ജൂബിലി ആചരണത്തിന് 2025 ജനുവരി 25 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ തുടക്കം കുറിച്ചു. മിഥ്യാധാരണകളോ ഭയങ്ങളോ ജനിപ്പിക്കാതെ പ്രത്യാശയുടെ അനുഭവങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ആശയവിനിമയത്തെക്കുറിച്ചും പ്രത്യാശയുടെയും നന്മയുടെയും സംഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മാധ്യമ സംസ്കാരം രൂപപ്പെടുത്താൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. തുടർന്ന് മാധ്യമ ജൂബിലിയുടെ ഭാഗമായുള്ള എപ്പിസ്കോപ്പൽ കമ്മീഷൻ ഫോർ കമ്മ്യൂണിക്കേഷന്റെ പ്രസിഡന്റുമാരുടെയും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർമാരുടെയും ആഗോള സമ്മേളനം ജനുവരി 27 മുതൽ 29 വരെ വത്തിക്കാനിൽ നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് സെൻട്രൽ കമ്മീഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സെക്രട്ടറി ഫാദർ ജോൺ തോട്ടത്തിൽ പങ്കെടുത്തു. നിയമിതനായി. വിവിധ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും സമാധാനത്തിനായുള്ള സംഭാഷണങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പ്രവർത്തിക്കുന്ന വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ പുതിയ പ്രീഫെക്റ്റായി കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ ജനുവരി 24 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. അതേസമയം മാർപ്പാപ്പയുടെ വിദേശയാത്രയുടെ ചുമതലകളും അദ്ദേഹം തുടർന്ന് വഹിക്കും. സഭയ്ക്ക് വാരപ്രാർത്ഥന സമാപനം. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെയും കേരള കൗൺസിൽ ഓഫ് ചർച്ചിന്റെയും നേതൃത്വത്തിൽ ജനുവരി 18 മുതൽ ആരംഭിച്ച സഭയ്ക്ക് വാരദിനത്തിന്റെ സമാപനം ജനുവരി 25 വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാളോടനുബന്ധിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആതിഥേയത്വത്തിൽ സഭയുടെ ആസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതു നീ വിശ്വസിക്കുന്നുവോ എന്ന ചോദ്യമാണ് ഇക്കൊല്ലത്തെ ക്രൈസ്തവ ഐക്യ അഷ്ടദിന പ്രാർത്ഥനയുടെ വിചിന്തന പ്രമേയം. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. കേരള കൗൺസിൽ ഓഫ് ചർച്ച് പ്രസിഡന്റ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയസ് മെത്രാപ്പോലിത്ത, ബിലീവേഴ്സ് ചർച്ച് നിരണം ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ സിൽവാനൂസ് തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. വിവിധ സഭകളിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ക്രമീകരണങ്ങൾക്ക് KCBC ഡയലോഗ് ആൻഡ് എക്യുമെനിസം സെക്രട്ടറി ഫാദർ ഡാനിയൽ ബെദേൽ നേതൃത്വം നൽകി. നാമഹേതുക തിരുനാൾ. മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്തായുടെ നാമഹേതുക തിരുനാൾ ജനുവരി 29 പുന്നമൂട് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ആഘോഷിച്ചു. അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ സഭയിലെ അഭിവന്യ പിതാക്കന്മാരും സഹകാർമ്മികരായിരുന്നു. തുടർന്ന് മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മറ്റു മന്ത്രിമാരും വിവിധ മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് വിശിഷ്ടാതിഥികളും സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MCA സ്ഥാപക ദിനവും അനുസ്മരണവും. മലങ്കര കാത്തലിക് അസോസിയേഷൻ സ്ഥാപക ദിനവും ഭാഗ്യസ്മരണാർഹനായ മോറൻമോർ സെറിൻമാർ ബെസേലിയോസ് കാതോലിക്ക ബാവയുടെ അനുസ്മരണവും ജനുവരി 26 പന്തളം ഉള്ളന്നൂർ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടത്തപ്പെട്ടു. MCA സഭാതല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം M പട്ടിയാനി അധ്യക്ഷനായിരുന്ന സമ്മേളനം അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പോലിത്ത അനുസ്മരണ സന്ദേശം നൽകി. സെറിൻമാർ ബെസേലിയോസ് കാതോലിക്കോസ് ഫൗണ്ടേഷൻ പ്രതിനിധിയും സഹോദരനുമായ ശ്രീ ജോൺ മത്തായി IAS അഭിവന്യ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും പങ്കുവച്ചു. തുടർന്ന് നടന്ന ധൂപപ്രാർത്ഥനയ്ക്ക് അഭിവന്യ പിതാക്കന്മാർ നേതൃത്വം നൽകി. MCA സഭാതല സമ്മേളനം നടത്തപ്പെട്ടു. MCA സഭാതല സമ്മേളനം ജനുവരി 27, 28 എന്നീ തീയതികളിൽ മാവേലിക്കര ജീവാറാം ബദനി ആശ്രമത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മാവേലിക്കര ഭദ്രാസന വൈദിക ഉപദേഷ്ടാവ് ഫാദർ സിൽവസ്റ്റർ തെക്കേടത്ത് MCA പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം M പട്ടിയാനി അധ്യക്ഷനായിരുന്ന സമ്മേളനം അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ OIC സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരുന്നു. രണ്ടാം ദിനമായ ജനുവരി 28 ഫാദർ ഡോക്ടർ സ്റ്റീഫൻ കുളത്തങ്കരോട്ടിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന സഭാതല തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ശ്രീ ബൈജു SRനെയും ജനറൽ സെക്രട്ടറിയായി ശ്രീ രാജേന്ദ്ര ബാബുവിനെയും ട്രഷററായി അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേലിനെയും മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ക്രമീകരണങ്ങൾക്ക് MCA മാവേലിക്കര ഭദ്രാസന സമിതി നേതൃത്വം നൽകി.
നവതിയുടെ നിറവിൽ പാറശാല കത്തീഡ്രൽ. പാറശാല ഭദ്രാസനത്തിലെ പാറശാല സെന്റ് മേരീസ് കത്തീഡ്രലിൽ വിശ്വാസ സമൂഹം രൂപീകൃതമായിട്ട് 90 വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ നവതി ആഘോഷ ആരംഭവും കുടുംബദിനവും ജനുവരി 26-ന് പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ പിതാവിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയെ തുടർന്ന് തിരിതെളിയിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും കർമ്മപദ്ധതിയും ലോഗോയും പ്രകാശനം ചെയ്യുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് E.T. കാലായിലും ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ക്രിസ്റ്റൽ ജൂബിലി നിറവിൽ പത്തനംതിട്ട ഭദ്രാസനം. 2010 ജനുവരി 25-ന് നിലവിൽ വന്ന പത്തനംതിട്ട ഭദ്രാസനം 15 വർഷങ്ങൾ പിന്നിട്ടതിന്റെ ക്രിസ്റ്റൽ ജൂബിലി ജനുവരി 25-ന് തട്ട സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് ആഘോഷിച്ചു. പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായ അഭിവന്യ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ സാമുവേൽ മാർ ഐറീനസ് മെത്രാപ്പൊലീത്തായുടെയും ഭദ്രാസനത്തിലെ മറ്റു വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു. മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോഷ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത ഭദ്രാസനത്തിന് സന്ദേശം നൽകി. വിവിധ കർമ്മവേദികളിൽ മികവ് പുലർത്തിയ ഭദ്രാസനത്തിലെ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പ്രയാണങ്ങൾക്ക് തുടക്കം കുറിച്ച് MCYM പത്തനംതിട്ട ഭദ്രാസനം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 95-ാം പുനരൈക്യ വാർഷികാഘോഷങ്ങൾക്കും സഭാ സംഗമത്തിനും ഈ വർഷം ആതിഥേയത്വം വഹിക്കുന്നതിനോടനുബന്ധിച്ച് MCYM പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രയാണങ്ങൾക്ക് ജനുവരി 24-ന് പത്തനംതിട്ട ബിഷപ്സ് ഹൗസിൽ വെച്ച് ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവേൽ മാർ ഐറീനസ് മെത്രാപ്പൊലീത്ത 5 വൈദിക ജില്ലകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്ക് വള്ളിക്കുരിശ്, വിശുദ്ധ ബൈബിൾ, MCYM പതാക എന്നിവ നൽകിക്കൊണ്ട് ആരംഭം കുറിച്ചു. ഭദ്രാസനത്തിലെ 100 യൂണിറ്റുകളിലും പുനരൈക്യ വാർഷികാഘോഷത്തിന്റെ അറിയിപ്പെത്തുന്ന വിധം ഈ പ്രയാണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. പുനരൈക്യ വാർഷികാഘോഷങ്ങളോടും വചനവർഷത്തോടും ചേർന്ന് MCYM പത്തനംതിട്ട ഭദ്രാസന സമിതിയും വൈദിക ജില്ലകളും ഈ പ്രയാണങ്ങൾക്ക് നേതൃത്വം നൽകും. സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസന MCYMന്റെ നേതൃത്വത്തിൽ ഭദ്രാസനതല സിൻഡിക്കേറ്റ് മീറ്റിംഗ് ജനുവരി 26-ന് ഓമല്ലൂർ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പതാലിൽ ആമുഖ സന്ദേശം നൽകി. മീറ്റിംഗിൽ ഭദ്രാസന തലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ചർച്ചയും പ്രവർത്തന വർഷത്തെ കർമ്മ പരിപാടികളുടെ ആലോചനയും നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് MCYM ഓമല്ലൂർ യൂണിറ്റ് നേതൃത്വം നൽകി. മൊബൈൽ ഡെന്റൽ ക്ലിനിക് ആരംഭിച്ചു. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലും ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയും പുഷ്പഗിരിക്ക് ലഭ്യമായ മൊബൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ താക്കോൽ ജനുവരി 29-ന് ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി ശാലിനി വാര്യർ തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷനും പുഷ്പഗിരിയുടെ രക്ഷാധികാരിയുമായ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന് കൈമാറി. കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് CEO ഫാദർ ഡോക്ടർ ബിജു വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കാര്യക്ഷമമായി ദന്തപരിചരണം അവരുടെ ഗ്രാമത്തിൽ നൽകാനുള്ള പുഷ്പഗിരി ദന്തൽ കോളേജിന്റെ താല്പര്യമാണ് ഈ മൊബൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രേരക ശക്തി. ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് മൊബൈൽ ഡെന്റൽ ക്ലിനിക് നിർമ്മിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.